ഇപ്പോൾ കണ്ടത് 2007 ഗുജറാത്ത് തിരഞ്ഞെടുപ്പ് ദൃശ്യങ്ങൾ. എന്നാൽ ഇത്തവണ ആരവങ്ങൾ നന്നേ കുറവ്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കർശന നിയന്ത്രണങ്ങളാണ് പിന്നിൽ. ഒപ്പം നിരവധി പരിഷ്കാരങ്ങളും ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ നടപ്പിലാക്കിയിരിക്കുന്നു. മൊബൈൽ എടുത്ത് ടോൾ ഫ്രീ നമ്പറിലേക്ക് ഒരു SMS അയച്ചാൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടോ എന്നറിയാം. വിവരങ്ങൾക്കൊപ്പം തിരഞ്ഞെടുപ്പ് സംബന്ധിയായ സംശയങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ കൂടി മറുപടി SMS-ലെത്തും. ഇനി പോളിംഗ് സ്റ്റേഷന്റെ വിവരങ്ങൾ അറിയണമെങ്കിൽ ഗൂഗിൾ മാപ്പിൽ വിരലൊന്നമർത്തിയാൽ മതി. പോളിംഗ് ബൂത്തിൽ നടപ്പിലാക്കുന്ന SMS മോണിറ്ററിംഗ് സിസ്റ്റത്തിലൂടെ ഓരോ മണിക്കൂർ ഇടവിട്ട് ബൂത്തിലെ പോളിംഗ് ശതമാനം തിരഞ്ഞെടുപ്പ് കമ്മീഷന് നിരീക്ഷിക്കാൻ കഴിയും. വോട്ടെടുപ്പ് എപ്പോൾ തുടങ്ങി അവസാനിച്ചു തുടങ്ങിയ വിവരങ്ങളും നിമിഷങ്ങൾക്കുള്ളിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സെർവറിലെത്തും. In which all the 45,000 odd polling booths in Gujarat state, one person will be designated on the poll day to send SMSs continuously about the start of the poll, the fact that polling parties are arrived, mock poll has been done, voting percentages every 2 hours, closure of poll, any incidents related to EVM malfunctioning, law and order issues, etc. എല്ലാവർക്കും ഫോട്ടോ പതിച്ച വോട്ടർ സ്ലിപ്പ് നിർബന്ധമാക്കിയതും ഇത്തവണത്തെ പ്രത്യേകത. തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കെത്തുന്ന ഉദ്യോഗസ്ഥർക്ക് ജോലി പൂർത്തിയാകുമ്പോൾ തന്നെ പ്രതിഫലം അക്കൗണ്ടിൽ ലഭ്യമാക്കുക, നോട്ടീസിൽ പോലും പ്രിന്ററുടെയും പബ്ലിഷറുടെയും പേരു ചേർക്കുക, ഓരോ സ്ഥാനാർത്ഥിയുടെയും തിരഞ്ഞെടുപ്പ് ചെലവ് 16 ലക്ഷത്തിൽ ഒതുക്കുക, പരമാവധി സ്ഥലങ്ങളിൽ ജില്ലാ കളക്ടർ നേരിട്ടെത്തി സമ്മതിദാനാവകാശം വിനിയോഗിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധവൽക്കരിക്കുക തുടങ്ങിയ നടപടികളും കർശനമാക്കിയിരിക്കുന്നു. വരും തിരഞ്ഞെടുപ്പുകളിൽ ഈ പരിഷ്കാരങ്ങൾ രാജ്യമാകെ നടപ്പിലാക്കാനുള്ള പരിശ്രമത്തിലാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. അഹമ്മദാബാദിൽ നിന്നും ക്യാമറാമാൻ ഫൈസൽ നീർക്കുന്നതിനൊപ്പം ജസ്റ്റിന തോമസ്, ഇന്ത്യ വിഷൻ.